സത്യമായ വാർത്തകളാണ് അവർ ഈ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. തീർത്തും മോശമായിട്ടും അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുമുള്ള ഒരു പ്രവൃത്തിയാണ്. നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാത്ത, എതിർക്കപ്പെടേണ്ട, തിരുത്തേണ്ട, മാറ്റേണ്ട പ്രവൃത്തി തന്നെയാണ്. ജനങ്ങൾ എന്ത് കാണണം, ജനങ്ങൾ എന്ത് കേൾക്കണം എന്ന് വരെ ഒരു ഭരണാധികാരി തീരുമാനിക്കുന്നു എന്ന തരത്തിലേക്ക് അത് മാറുകയാണ്. ഇപ്പോൾ ഒരു ഗവൺമെന്റിനെതിരായ വാർത്തകൾ അത് കൊടുക്കുമ്പോൾ അതിനെ ഒരിക്കലും നീക്കം ചെയ്തല്ല അതിനോട് പ്രതികരിക്കേണ്ടത്. മോദിക്ക് പഠിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നത്. സാധാരണക്കാരൻ്റെ ശബ്ദം അതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭയം. എനിക്കെതിരെയും ഞാൻ നയിക്കുന്ന സർക്കാരിനെതിരെയും ആരും ശബ്ദിക്കരുത്. ശബ്ദിച്ചാൽ ഞങ്ങൾ അവരെ നിശബ്ദരാക്കും. പൂക്കിയ മുഖ്യമന്ത്രി കേരളത്തിൽ നടപ്പാക്കുന്ന പുതിയ നയമാണിത്. ഇതിന്റെ ഭാഗമായി UDF സർക്കാരിനെതിരെയും VD സതീശനെതിരെയും വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളുടെ വാർത്തകൾ മെറ്റയിൽ നിന്ന് വ്യാപകമായി നീക്കം ചെയ്യുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഒരുപോലെ ഹനിക്കുന്ന ഈ നടപടിയിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കിയാലോ. ഈ നടപടി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ്. ജനാധിപത്യം ഏറ്റവും കൂടുതൽ എന്താണ് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ഇടം കൂടെയാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തി പറയുന്ന അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്ത് ചെയ്യുക, തടയുന്നതിന് തുല്യം തന്നെയാണ്. അത് നമ്മൾ ഇതിനു മുമ്പും പലരിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മോദി സർക്കാർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ നമ്മുടെ മോദിയുടെ ഒരു അനുയായി എന്നോ ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു മോദി 2.0 എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിന് ഒരു സബ് ബ്രാഞ്ച് കിട്ടിയതുപോലെയാണ് ഇപ്പോൾ ഉള്ള കേരളത്തിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഒരേപോലാണല്ലോ. അപ്പം അത് നമ്മൾ പറയുമ്പോൾ അതിനെതിരെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. സർക്കാരാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന നിലപാട്, നമ്മൾ പറയുന്ന കാര്യത്തിനെ അടിച്ചമർത്താൻ ആർക്കും അവകാശമില്ല. അതിപ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും അതിനുള്ള അവകാശമുണ്ട്. ഒരു വിമർശനത്തെ അത് തങ്ങൾക്കെതിരെയുള്ളൊരു ആക്രമണമായി കണ്ട് അത്തരമുള്ള വിമർശനത്തോടുള്ളൊരു ആ വിമർശനത്തെ എതിർക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കേന്ദ്ര തലത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ കാലങ്ങളായിട്ട് നടത്തി വരുന്നത് അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തി വരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോദിയുടെ ഒരു കതറിട്ട വെർഷൻ എന്ന് പറയാവുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുകയും പിറ്റേ ദിവസം വന്നിട്ട് അത് മാറ്റി പറയുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തരം താഴ്ന്നു എന്നുള്ളത് ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് ഹനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ജനാധിപത്യ ശക്തികളും തുനിയേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടതാ ജന്തർ മന്ദറിന്റെ മോദി ജൻസി പ്രക്ഷോഭത്തിന്റെ ടൈം ഈ വാർത്തകളെല്ലാം ഇങ്ങനെ ഡിലീറ്റ് ആക്കിയത്. മോദിക്ക് പഠിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഇദ്ദേഹം ചെയ്യുന്ന അടുത്തൊരു പ്രവൃത്തിയാണ് മാധ്യമങ്ങൾ ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ആര് ചെയ്യുന്നതും, നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ചെയ്യുന്നതും. ആദ്യം എന്തായിരുന്നു, മാധ്യമങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, സംസാരിക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾ നേരെ എതിരെ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? അസഹിഷ്ണുതയാണ്, തീർത്തും അസഹിഷ്ണുതയാണ്. ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രസ് ഫ്രീഡം എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പോൾ അവർ കൊടുക്കുന്ന വാർത്തകൾ സത്യസന്ധവും നീതിയുക്തവും ആണെങ്കിൽ അത് പിൻവലിക്കുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ പൂർണ്ണമായിട്ടും അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു കറന്റ് സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് അത് അനുവദിക്കപ്പെടാൻ പാടില്ല. ഈ ഗവൺമെന്റിനെതിരെ ആയാലും നമ്മുടെ എക്സ്പ്രഷൻസ് അല്ലേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീഡം ടു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് അവകാശത്തെ വേണ്ടാന്ന് വെക്കാൻ ഒരു ഗവൺമെന്റിനെന്നല്ല കോടതിക്ക് അങ്ങനെ ആർക്കും അധികാരമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ VD സതീശൻ്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെന്റിനെതിരായ വാർത്തകൾ അത് കൊടുക്കുമ്പോൾ അതിനെ ഒരിക്കലും നീക്കം ചെയ്തല്ല അതിനോട് പ്രതികരിക്കേണ്ടത്. അതിനോട് സത്യമായ കാര്യങ്ങളുണ്ടോ വസ്തുതകളുണ്ടോ എന്ന് ചെക്ക് ചെയ്തും അല്ലെങ്കിൽ അതിനോട് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ വേണ്ടേ. അല്ലാതെ അത് നീക്കം ചെയ്യാന്നുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ റിപ്പോർട്ടർ അല്ലെങ്കിൽ കൈരളി എന്ന് പറയുന്നത് ഒരു നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങളാണ്. അവരെ നീക്കം ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നുന്നില്ല. അതെ, അത് സത്യങ്ങൾ ആണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ മറച്ചു വയ്ക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നത്. ഓരോ ദിവസം വന്ന് പുതിയ പുതിയ നുണകൾ പ്രചരിപ്പിക്കുകയും ആ നുണക്കോട്ടകൾ പൊളിച്ചടക്കുമ്പോൾ മറ്റു നുണകളുമായി വന്ന് അതിനെ മറ്റൊരു തരത്തിലേക്ക് വീണ്ടും വ്യാഖ്യാനിക്കുന്ന അത്തരത്തിലുള്ള തരത്തിലേക്കാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കെതിരെ നമ്മുടെ ശബ്ദത്തെ അവർ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. പക്ക നാടകമാണ് VD സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. വെറും നാടകം. ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്
വെറും നാടകമാണത്. എല്ലാവരും കാണുന്നുണ്ട്, നമ്മളെല്ലാവരും ഉണ്ണുന്ന ചോറ് തന്നെയാണ്. ഇത് തന്നെയാണ് പറയുള്ളത്, നമ്മളെല്ലാവരും ഉണ്ണുന്ന ചോറ് തന്നെയാണ്, നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇത്രത്തോളം ഇതെല്ലാമാണ് ഇയാൾ ഇങ്ങനെ ഒരു വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാരണം. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ഇല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.